പദവിയാണോ മനുഷ്യരെ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം? ആ പദവിയെ പറ്റി ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു, റസൂലേ മൽ ഇമാറ, എന്താണ് പദവി? സഹാബാക്കൾ തിരിച്ചു ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചവരോട് തന്നെ ചോദിച്ചു, മൽ ഇമാറ, നിങ്ങൾ പറ, എന്താണ് പദവി? പദവി എന്താണ് നിങ്ങൾ പറ. സഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. തിരുദൂതൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് സംഘടനാ രംഗത്ത് നേതൃത്വം ഏറ്റെടുത്തവരോട്, മഹല്ലിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, ഒരു നാടിന്റെ ഭരണം ഏറ്റെടുത്തവരോട്, ഒരു കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുത്തവരോട്, മല്ലിമാറ, എന്താണ് അധികാരം, എന്താണ് പദവി? തിരുദൂതൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു, അവ്വലുഹാ നിദാമത്തുൻ, അതൊരു ഖേദമാണ് മനുഷ്യരെ. പദവി ഒരു ഖേദമാണ്. നാട്ടുകാർ പലരും കൂട്ടം കൂടി നിങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആനയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പറഞ്ഞ നാട്ടുകാരെല്ലാം നാഥന്റെ മുൻപിൽ വിചാരണയില്ലാതെ നിൽക്കുമ്പോൾ ആ ഉമ്മത്തിന്റെ മുൻപിൽ നിങ്ങളെ നിർത്തുന്ന ഖേദമാണ് പദവി. നിങ്ങളെ ഖേദിക്കാൻ വേണ്ടി ജനങ്ങൾ തലയിൽ വെച്ച് തന്നൊരു മുൾക്കിരീടമാണ് പദവി, അധികാരം, സ്ഥാനം. ആ അധികാരത്തിന് വേണ്ടിയാ പലരും ഓടുന്നു, അധികാരത്തിന് വേണ്ടിയാ മനുഷ്യ സമുദായത്തെ വെട്ടിമുറിക്കുന്നു, പദവികൾക്ക് വേണ്ടിയാ മുസ്ലിം ഉമ്മത്തിന് കുരുതി കൊടുക്കുന്നു, പദവികളും പദവികളുടെ സ്ഥാനങ്ങൾക്കും വേണ്ടിയാ പടച്ച റബ്ബ് കൂട്ടിപ്പിടിച്ച ഐക്യത്തെ പോലും പലരും തകർക്കാൻ കണ്ടുപിടിക്കുന്ന കാര്യം. വസാനീഹ, രണ്ടാമത്തേത് പദവി എന്തെന്നറിയണോ? അൽ ഹയാ, അതൊരു അപമാനമാണ്, അതൊരു നാണക്കേടാ. ഇക്കണ്ട ജനങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പം പദവികൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ച നിന്നെ അല്ലാഹു ഏറ്റവും വലിയ അപമാനത്തിലേക്ക് കൊണ്ടുപോകും, അപമാനത്തിലേക്ക് കൊണ്ടുപോകും. പദവിയല്ല ജീവിതത്തിന്റെ വിജയം, പണമല്ല ജീവിതത്തിന്റെ വിജയം.